കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ യോഹന്നാൻ ചാപ്റ്റർ 1 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ്. അതിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച 3 കാര്യങ്ങൾ കണ്ടു. കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് 3 കാര്യങ്ങൾ കണ്ടു. ലോഗോസ്, ലൈഫ് ആൻഡ് ലൈറ്റ്. ഈ 3 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. വചനം, ജീവൻ, വെളിച്ചം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവവചനത്തിൻ്റെ ഒരു വെളിപ്പാടിലേക്ക് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. നമുക്ക് വായിക്കാം. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരമുള്ളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ആമേൻ, ഹല്ലേലൂയ. ലോകം അവൻ മുഖാന്തരമുളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. ആ കൈക്കൊണ്ടില്ല എന്ന വാക്കോടെ നമ്മൾ നോക്കണേ. സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. അപ്പം കർത്താവായ യേശുക്രിസ്തു വചനമായിരുന്നു, വചനം വെളിച്ചമായിരുന്നു, എല്ലാവരെയും പ്രകാശിക്കുന്ന വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഈ വെളിച്ചമായ യേശു എവിടെ ഉണ്ടായിരുന്നു? ലോകത്തിലുണ്ടായിരുന്നു. പ്രത്യേകത എന്താ? ഈ ലോകം അവൻ മുഖാന്തരം ഉളവായതാ, ലോകം അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടതാ. പക്ഷേ ഈ ലോകം ആരെ അറിഞ്ഞില്ല? ഈ യേശുവിനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. അപ്പോൾ ഒരു പറ്റം ജനം ലോകത്തിലുണ്ടായി, ലോകത്തെ സൃഷ്ടിച്ച് യേശുവിനെ അറിഞ്ഞില്ല, അവർ കൈക്കൊണ്ടില്ല. അപ്പോൾ ഒരു നെഗറ്റീവ് റിയാക്ഷൻ ഒരു പറ്റം ആളുകളിൽ നിന്നുണ്ടായപ്പം അതിൻ്റെ അടുത്ത വാക്യം പറയാം, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. 12-ാം വാക്യം. അതായത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്യം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇനി ആ ഒരു വാക്യത്തെ ഒന്നും കൂടി ഒന്ന് ക്വാളിഫൈ ചെയ്ത് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതാണ് അതിൻ്റെ അടുത്ത വാക്യം. ഈ ദൈവമക്കളാകുവാൻ അവർ അധികാരം കൊടുത്തു. അപ്പോൾ ഈ ദൈവമക്കളെ ആരാ? ഈ ദൈവമക്കളെ പറ്റി ഒന്നും കൂടി ഒന്ന് വിശദീകരിച്ച് 13-ാം വാക്യത്തിൽ പറയാം. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, അവർ ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ദേ ആർ ബോൺ ഓഫ് ഗോഡ്. അവർ ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ബൈബിളിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഇത് ദൈവമക്കൾ എന്ന കൺസെപ്റ്റ്. ദൈവമക്കൾ എന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ ബൈബിളിൻ്റെ ആകത്തുക അല്ലെങ്കിൽ ബൈബിളിൻ്റെ യേശുവിൻ്റെ രക്ഷണ്യ പ്രവൃത്തി അല്ലെങ്കിൽ പിതാവാം ദൈവത്തിൻ്റെ സാൽവേഷൻ പ്ലാനിൻ്റെ അല്ലെ ബൈബിളിൻ്റെ സന്ദേശത്തിലെ ഏറ്റവും കാതലായ സന്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ് ടു സൺസ് ഓഫ് ഗോഡ് നമ്മൾ പറയേണ്ടി വരും. ദൈവമക്കൾ എന്ന പദവിയിലേക്ക് അല്ലെ ദൈവമക്കൾ എന്ന ഒരു കൂട്ടത്തെ, ദൈവമക്കൾ എന്ന ഒരു 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 ജാതിയെ, ദൈവമക്കൾ എന്നൊരു സ്പീഷീസിനെ സൃഷ്ടിക്കുക എന്നതാണ് ബൈബിളിൻ്റെ അല്ലെങ്കിൽ ദൈവവചനത്തിൽ നമ്മൾ കാണുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഏറ്റവും ഒരു പരമോന്നതമായ ആശയം. അപ്പം അതിനെ ഏറ്റവും വളരെ ക്ലാരിറ്റിയോടുകൂടി പഠിപ്പിക്കുന്ന ഒരു വാക്യമാണ് യോഹന്നാൻ 1:12. അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട്, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഒരു ജാതി, മത, വർണ്ണ, വർഗ വ്യത്യാസമന്യേ ഒരൊറ്റ ക്രൈറ്റീരിയ ഉള്ളൂ. എന്ത് ചെയ്യണം? യേശുവിനെ കൈക്കൊള്ളണം. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരായി? ദൈവമക്കൾ എന്ന ആകുവാനുള്ള അധികാരം കൊടുത്തു. ഹല്ലേലൂയ. അപ്പം അതിലൊരു സംശയമില്ലാതെ പറയുക, യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചാൽ വളരെ സിമ്പിളായി, വളരെ എളുപ്പമായി നിങ്ങൾ ആരായി മാറി? ദൈവമക്കളായി മാറി. യു ബിക്കെയിം ചിൽഡ്രൻ ഓഫ് ഗോഡ്. ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന പദം ടെക്നോൺ തിയോസ്, ദൈവത്തിൻ്റെ മക്കൾ. ഞാൻ ആ വാക്ക് അറിയാനുള്ളൊരു കാര്യമുണ്ട്. അത് വളരെ ആഴമേറിയൊരു നമുക്കത് അതിലേക്ക് വരാം. അപ്പം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും എന്താ അധികാരം കൊടുത്തു? ദൈവമക്കളാകുവാൻ യേശു അധികാരം കൊടുത്തു. ഹല്ലേലൂയ. അപ്പം ഈ ദൈവമക്കളെ പറ്റി അടുത്ത വാക്യം എന്താ പറയുന്നത്? അവരെങ്ങനെ ഉണ്ടായതല്ല, രക്തത്തിൽ നിന്നുണ്ടായതല്ല. അതായത് മനുഷ്യൻ്റെ രക്തത്താൽ ജനിച്ച ഒരു കൂട്ടമല്ല ഈ കൂട്ടം. പിന്നെന്താ? പുരുഷന്റെ ഇഷ്ടത്താലല്ല. അവരെങ്ങനെ ജനിച്ചതല്ല, അവർ പുരുഷന്റെ ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല,
അവർ ജഡത്തിൻ്റെ അല്ലെങ്കിൽ ഫ്ലഷ് നിന്നുണ്ടായതല്ല, ജഡത്തിൽ നിന്നുണ്ടായതല്ല. പിന്നെ എങ്ങനെ ഉണ്ടായതല്ല? അവർ പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല. ഇത് പുരുഷൻ്റെയും സ്ത്രീയുടെയും ഇഷ്ടത്താൽ ഉണ്ടായ ഒരു കൂട്ടമല്ല ദൈവജനം അല്ലെങ്കിൽ ദൈവമക്കൾ. ജഡത്തിൻ്റെ ഇഷ്ടത്തിൽ, ജഡത്തിൽ നിന്നുണ്ടായത്, ജഡത്താൽ ജനിച്ചത് ജഡം എന്ന് പറയുന്നത് ജഡത്തിൽ നിന്നുണ്ടായതല്ല ഈ ദൈവമക്കൾ എന്ന ഈ കൂട്ടം. പിന്നെ അവർ എന്തല്ല, അവർ രക്തത്തിൽ നിന്നല്ല. ദേ ആർ നോട്ട്, നമുക്കറിയില്ല ബ്ലഡ് ലൈൻ എന്ന് പറയില്ലേ, ബ്ലഡ് ലൈൻ. അവൻ എൻ്റെ ചോരയാ എന്നൊക്കെ നമ്മൾ പറയും, അവൻ എൻ്റെ രക്തമാ, അവൻ എൻ്റെ ചോരയാ എന്ന് നമ്മൾ പറയുന്ന പോലെ ഈ ചോരയിൽ നിന്നുണ്ടായതുമല്ല ഒരു കൂട്ടമല്ല ദൈവമക്കൾ. പിന്നെന്താ? അവരെവിടെ നിന്നുണ്ടായതാ? അവർ ദൈവത്തിൽ നിന്ന് ജനിച്ചതാ. ദേ ആർ ബോൺ ഓഫ് ഗാഡ്. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു കൂട്ടം ജനതയെ, ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു കൂട്ടത്തെ ഉണ്ടാക്കുക എന്നതാണ് പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പം എന്താണ് ഇതിൻ്റെ പ്രത്യേകത? അതായത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിൽ രണ്ട് പ്രധാനപ്പെട്ട കൺസെപ്റ്റ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഈ ദൈവമക്കൾക്ക് നമ്മൾ എപ്പോഴും കേട്ടില്ല, ഞാൻ യേശുവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ ഞാൻ ദൈവമകനായി മാറി, ഞാൻ ദൈവമകളായി മാറി, അല്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ വീണ്ടും ജനിച്ചു, ഞാൻ പുതിയ സൃഷ്ടിയായി മാറി, ഞാൻ ബോൺ അഗെയിനായി എന്നൊക്കെ നമ്മൾ പറഞ്ഞ് നമ്മൾ സന്തോഷത്തോടെ പറയുന്ന ഒരു ഭാഗം തന്നെയാണ് ഇതെല്ലാം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ എന്താണ് രക്ഷിക്കപ്പെട്ടത് എന്നതിൻ്റെ യഥാർത്ഥമായ അർത്ഥം, എന്താണ് ബോൺ അഗെയിൻ ആവുക എന്നതിൻ്റെ ശരിയായ അർത്ഥം, എന്താണ് വീണ്ടും ജനിക്കുക, എന്താണ് പുതുതായി ജനിക്കുക, എന്താണ് ദൈവമകനാവുക എന്നതിൻ്റെ ശരിയായ അർത്ഥം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടല്ല നമ്മൾ ഈ വാക്കുകളൊന്നും ഉപയോഗിക്കുന്നത്. ഈ വാക്കുകളൊന്നും ഞാൻ ഇതിലൊന്നും മനസ്സിലാക്കിയിട്ടായിരുന്നില്ല ഈ വാക്കുകളൊന്നും പറഞ്ഞു. ഞാൻ രക്ഷിക്കപ്പെട്ട തീയതി ഇന്ന ദിവസമായിരുന്നു, ഇന്ന വർഷം ഞാൻ രക്ഷിക്കപ്പെട്ടു, ഇന്ന വർഷം ഞാൻ ബോൺ അഗെയിനായി, ഇന്ന വർഷം ഞാൻ വീണ്ടും ജനിച്ചു എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ, ഒരു കാലത്ത് പറഞ്ഞു നടന്നപ്പോഴും അപ്പോഴൊന്നും സത്യം പറഞ്ഞ് എന്താണ് അന്ന് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഈ രക്ഷിക്കപ്പെടുക എന്ന പ്രക്രിയയിൽ, അല്ലെങ്കിൽ വീണ്ടും ജനിക്കുക എന്ന പ്രക്രിയയിൽ, ഞാൻ പുതിയ സൃഷ്ടിയാവുക എന്ന പ്രക്രിയയിൽ എന്താണ് ആക്ച്വലി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നതിനെപ്പറ്റി എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു ദിവസം ഞാൻ എൻ്റെ ഹൃദയം കർത്താവിന് കൊടുത്തു, ഞാൻ ഒരു ദിവസം യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു, ഞാനൊരു ദൈവമകനായി തീർന്നു. ഇതാണ് എൻ്റെ ഒരു, അല്ലെങ്കിൽ 2001 വർഷത്തിൽ ഞാൻ എന്ത് ചെയ്തു, ഒക്ടോബർ മാസത്തിൽ ഞാൻ ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ എന്ത് ചെയ്തു, യേശുവിനെ പുറകെ പോകാൻ തീരുമാനിച്ചു, യേശുവിൽ വിശ്വസിക്കാൻ തീരുമാനിച്ചു, യേശുവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വീകരിച്ചു, യേശുവിൻ്റെ മകനായി തീരുവാൻ ഞാൻ തീരുമാനിച്ചു. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടുപോലെ, ഇതെല്ലാം എന്നെപ്പറ്റി ഞാൻ ചെയ്ത കാര്യമാണ്. ഞാൻ ചെയ്തു, ഞാൻ തീരുമാനിച്ചു, ഞാൻ ഹൃദയത്തെ സ്വീകരിച്ചു, ഞാനിങ്ങനെ. പക്ഷെ സത്യം പറഞ്ഞാൽ അന്ന് സംഭവിച്ചത് ഞാൻ ചെയ്തത് എന്നതിനേക്കാൾ ഉപരിയായി ഞാൻ ചെയ്തു. സത്യം തന്നെയാണ്, ഞാൻ എൻ്റെ ഹൃദയം കർത്താവിന് കൊടുത്തു. പക്ഷെ അന്ന് ദൈവം ചെയ്തതിൻ്റെ ഒരു സ്വർഗത്തിൻ്റെ പെർസ്പെക്റ്റീവ് എന്നുള്ളൊരു വിഷൻ നമുക്കുണ്ടാവണം. ഇതുണ്ടായാൽ നമ്മുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടെ മാറും. സത്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം എന്താ സംഭവിച്ചത്? അന്ന് നമ്മൾ ദൈവമക്കളായി മാറി. വി ബിക്കെയിം ദ ടെക്നോൺ ഓഫ് തിയോസിൻ്റെ, ദൈവത്തിൻ്റെ ടെക്നോണായി മാറി, ദൈവത്തിൻ്റെ തിയോസായി മാറി. അതാണ് ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ ആഴത്തിലുള്ളൊരു കാര്യം. അതായത് എന്താണ് സത്യം ഇത് ഇവിടെ സംഭവിച്ചത് എന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ശരിക്കും ദൈവമകനായി തീർന്നപ്പോൾ എനിക്ക് സംഭവിച്ചത്, എനിക്ക് നാളെ മുതൽ യേശുവിനെ അപ്പാന്ന് വിളിക്കാൻ തുടങ്ങി, അല്ലെ ദൈവത്തെ എൻ്റെ പിതാവെന്ന് ഞാൻ വിളിക്കാൻ തുടങ്ങി, ദൈവത്തിൻ്റെ എൻ്റെ എല്ലാ രഹസ്യങ്ങളും പറയാം, എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം, ദൈവമായിട്ടൊരു ബന്ധത്തിലേക്ക് വന്നു എന്നുള്ള ഒരു സൈക്കോളജിക്കലായ ഒരു കാര്യങ്ങൾ മാത്രമല്ല അവിടെ സംഭവിച്ചത്. എന്താ അവിടെ സംഭവിച്ചത്? എനിക്കൊരു ജനനം നടന്നു. എൻ്റെ ആത്മാവിലൊരു ജനനം നടന്നു. എൻ്റെ ആത്മാവിൽ നടന്ന ജനനം എങ്ങനെയാണ്? എൻ്റെ ആത്മാവിൽ നടന്ന ജനനത്തിൻ്റെ പ്രത്യേകത, എൻ്റെ എൻ്റെ ഉള്ളിൽ ആത്മമനുഷ്യൻ ജനിച്ചു. ഈ ആത്മമനുഷ്യൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇവൻ്റെ പ്രത്യേകത, ഇവൻ രക്തത്തിൽ നിന്നുണ്ടായതല്ല. അതായത് ഹ്യൂമൻ ബ്ലഡ് ഓർ ഹ്യൂമൻ DNA, ഹ്യൂമൻ ക്രോമസോം എന്ന് ഡിസെൻഡ് ചെയ്ത് ഉണ്ടായി വന്ന ഒരു ജനനമല്ല എനിക്ക് അന്നുണ്ടായത്. പിന്നെ എങ്ങനെയല്ല, ഒരു ജഡത്തിൽ നിന്നല്ല. അതായത് ആദാമ്യ ജഡപ്രകാരം, അല്ലെങ്കിൽ ആദാമിൻ്റെ വംശാവലിയിൽ ജനിച്ച നമ്മളെല്ലാവരും പാപികളായി തീർന്നുവെങ്കിൽ ആ വംശാവലിയിൽ ജനിച്ച ഒരു വ്യക്തി അല്ല അന്ന് ജനിച്ചത്. ഞാൻ രക്ഷിക്കപ്പെട്ട ദിവസം ജനിച്ചത്. പിന്നെ എന്തല്ല, ഒരു പുരുഷൻ്റെ ഇഷ്ടത്താലും അല്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ ഉണ്ടായത്? ദൈവത്തിൽ നിന്നാണ് ഉണ്ടായത്. അപ്പം ഞാൻ ഇതിനെ വേറെ രീതി, നമ്മൾ ഈ വാക്യത്തെ 13-ാം വാക്യത്തെ, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, അവർ ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പം ഈ ദൈവത്തിൽ നിന്നത്രേ ജനിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെ 3 എന്തല്ല എന്ന് അവർ പറഞ്ഞു. ഞാൻ ഇതല്ല പറഞ്ഞു, രക്തത്തിൽ നിന്നല്ല,
ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലല്ല. അങ്ങനെയാണെങ്കിൽ ഇവർ ജനിച്ചത് എങ്ങനെയാ? ദൈവത്തിൻ്റെ രക്തത്തിൽ നിന്നാണ് ജനിച്ചത്, മനുഷ്യൻ്റെ രക്തത്തിൽ നിന്നല്ല ജനിച്ചത്. അപ്പോൾ പിന്നെ ഇവർ ജനിച്ച എവിടുന്നാ? ദൈവത്തിൻ്റെ രക്തത്തിൽ നിന്നാണ്. മനുഷ്യൻ്റെ ഇഷ്ടത്താലല്ല ജനിച്ചത്, പിന്നെ എവിടെ നിന്നാണ്? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇഷ്ടത്താലാണ് ജനിച്ചത്. പുരുഷൻ്റെ ഇഷ്ടത്താലല്ല ജനിച്ചത്, പിന്നെ എങ്ങനെയാണ് ജനിച്ചത്? ദൈവത്തിൽ നിന്ന് പിതാവിൻ്റെ ഇഷ്ടത്താൽ ജനിച്ച, പിതാവിൻ്റെ രക്തത്തിൽ നിന്ന് ജനിച്ച, പിതാവിൻ്റെ പ്രകൃതിയിൽ നിന്നുണ്ടായ, പിതാവിൻ്റെ നേച്ചർ ഷെയർ ചെയ്യുന്ന, പിതാവാം ദൈവത്തിൻ്റെ ഒരു ക്രോമസോമിൽ നിന്നുണ്ടായ, പിതാവാം ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ജനിക്കപ്പെട്ട ഒരു അനുഭവമാണ് സത്യം പറഞ്ഞാൽ രക്ഷയുടെ അനുഭവത്തിൽ എനിക്കുണ്ടായത്. ഞാൻ ദൈവമകനായി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ ദൈവമക്കൾ, സൺസ് ഓഫ് ഗോഡിന് പറയുന്ന ഹീബ്രു പദം, പഴയ നിയമത്തിലെ സൺസ് ഓഫ് ഗോഡിന് ഹീബ്രു പദം എന്ന് ബെനി എലോഹീം. അതായത് എലോഹീം എന്ന് വെച്ചാൽ ദൈവം, ദൈവത്തിൽ നിന്നുണ്ടായവർ, എലോഹീമിൽ നിന്നുണ്ടായ ഒരു കൂട്ടമാണ് ഈ കൂട്ടം. അതൊരു വളരെ നമ്മളുണ്ടായത് വെറുതെ ഉണ്ടായതല്ല, നമ്മളുണ്ടായത് എലോഹീമിൽ നിന്ന് ജനിച്ചവരാ. നമ്മൾ ദൈവത്തിൻ്റെ സാദൃശ്യമുള്ളവരാ, ദൈവത്തിൻ്റെ പ്രകൃതിയുള്ളവരാ, ദൈവത്തിൻ്റെ ക്രോമസോമിൽ നിന്ന് ജനിച്ചവരാ. അപ്പം ഇത്രയും നാൾ നമ്മുടെ പ്രശ്നം എന്താ? നമ്മൾ ആദ്യം വന്നില്ലേ, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരെ വെളിച്ചമെന്ന്, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്ന, ഇരുളും അതിനെ പിടിച്ചെടുക്കില്ല. യേശു വന്നത് എന്തിനാണ്? തൻ്റെ ജീവൻ തരാനാ. യേശു വന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആത്മാവിൽ തൻ്റെ ജീവൻ കൊണ്ട് എന്നെ, അവനെപ്പോലെ, ദൈവത്തെപ്പോലെ ഒരാളെ എൻ്റെ ഉള്ളിൽ ജനിപ്പിക്കാനാണ് യേശു വന്നത്. ദൈവത്തെപ്പോലെ ഒരാളെ എൻ്റെ ഉള്ളിൽ സൃഷ്ടിക്കാനാണ് യേശു വന്നത്. ദൈവത്തെപ്പോലെ ഒരു ആളെ എൻ്റെ മനുഷ്യർ സൃഷ്ടിക്കാനായി വന്നത്. അപ്പം ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ വീണ്ടും ജനിച്ചു, ഞാൻ ദൈവമകനായി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് യേശു എങ്ങനെ ദൈവപുത്രനായി ലോകത്തിൽ വന്നോ അതുപോലെ ഒരു ദൈവപുത്രനാക്കി എന്നെ മാറ്റുക എന്ന പ്രക്രിയയാണ് സത്യം പറഞ്ഞാൽ വീണ്ടും ജനനത്തിൽ സംഭവിച്ചത്. അപ്പം ഞാനിപ്പോൾ ആരാ? ദൈവത്തിൻ്റെ പ്രകൃതിയുള്ളവനായി മാറി. ഞാനിപ്പോൾ ആരായി മാറി? ദൈവത്തിൻ്റെ സാദൃശ്യമുള്ളവനായി മാറി. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ഞാൻ ആരായി മാറി? ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ പാർട്ടേക്കറായി മാറി. 2 പത്രോസ് 1:3. അവൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളിയായി മാറി. പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഡിവൈൻ നേച്ചർ. ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളിയായി ഞാൻ മാറി. ആമേൻ, ഹല്ലേലൂയ. ഇതൊരു ചെറിയ കാര്യമല്ല. അതായത് എൻ്റെ ഉള്ളിലുണ്ടായ ആത്മമനുഷ്യൻ, എൻ്റെ ആത്മാവിൽ ജനിച്ച ഈ ആത്മമനുഷ്യൻ ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ സാദൃശ്യത്തോട് അനുരൂപമായ വ്യക്തിയാണ്. ഇത് ദൈവത്തിന് അധികാരമുള്ള വ്യക്തിയാ, ദൈവത്തിൻ്റെ ശക്തിയുള്ള വ്യക്തിയാ, ദൈവത്തിൻ്റെ പ്രകൃതിയുള്ള വ്യക്തിയാ, ദൈവത്തിന് വിശുദ്ധിയുള്ള വ്യക്തിയാ, ദൈവത്തിന് നീതിയുള്ള വ്യക്തിയാ, ദൈവത്തിൻ്റെ ധൈര്യമുള്ള വ്യക്തിയാ, ദൈവത്തിൻ്റെ ആരോഗ്യമുള്ള വ്യക്തിയാണ് എൻ്റെ ആത്മമനുഷ്യനിലുണ്ടായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പം ഈ ദൈവമക്കൾ ഒരു ഈ ലോകത്തില്ലാത്തൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കൂട്ടമാണ്. ലോകത്ത് ഇതുവരെയായിട്ടും ഉള്ളവരെല്ലാം ആദാമിൽ നിന്ന് ജനിച്ച, പാപം ചെയ്യുന്ന, സ്വാർത്ഥരായ, തെറ്റ് ചെയ്യുന്ന, ബലഹീനരായ, നിരാശ വീഴുന്ന ഒരു കൂട്ടം ജനതയാണ് ലോകത്തുള്ളതെങ്കിൽ ദൈവത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ടവരാണ് ദൈവമക്കൾ. ദൈവത്തിൻ്റെ രക്തത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ടവരാ, ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ടവരാ, ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ ജനിച്ചവരാ. ദേ ആർ ബോൺ ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് ജനിച്ചൊരു കൂട്ടമേ. നമുക്കൊരു വാക്യം കൂടി വായിക്കാം. 2 കൊരിന്ത്യർ 5:17. 2 കൊരിന്ത്യർ 5:17. ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ സകലവും പുതുതായിരിക്കുന്നു. നമുക്കറിയാവുന്ന കാര്യമില്ലേ? അപ്പോൾ ഒരുവൻ യേശുവിനെ കൈക്കൊണ്ട് കഴിഞ്ഞാൽ ഞാൻ എന്തായി മാറി? ഞാനൊരു പുതിയ സൃഷ്ടിയായി മാറി. ഐ ബിക്കേം എ ന്യൂ ക്രിയേഷൻ. ഈ ന്യൂ ക്രിയേഷൻ, പുതിയ സൃഷ്ടി എന്നത് നമ്മൾ കേട്ടിട്ടുള്ള കാര്യം. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ പുതിയ സൃഷ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കെനിയോസായി മാറി. കെനിയോസായി മാറി. ഞാനൊരു പുതിയ കെനിയോസ് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് ഇതുവരെയായിട്ടും എക്സിസ്റ്റ് ചെയ്യാതിരുന്ന ഒരു സ്പീഷി, ലോകത്ത് ഇതുവരെയായിട്ടും നിലനിൽക്കാതിരുന്ന ഒരു ജാതിയെ പറയുന്ന, അല്ലെങ്കിൽ ഇതുവരെയായിട്ടും ഇല്ലാതിരുന്ന ഒരു പുതിയ വർഗമാണ് കെനിയോസ്. If any man is in Christ, he became a new creation. ഒരു കെനിയോസായി മാറി. അവനൊരു കെനിയോസാ. കെനിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ സൃഷ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂ ക്രിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിലെ
വ്യക്തികളിൽ നിന്നെല്ലാം വ്യത്യസ്തരായ ദൈവത്തിൻ്റെ പ്രകൃതിയുള്ള, ദൈവത്തിൻ്റെ സാദൃശ്യമുള്ള, ദൈവത്തിൻ്റെ നേച്ചറുള്ള, ദൈവത്തിൻ്റെ അധികാരമുള്ള ഒരു പുതിയ സ്പീഷീസാണ് ദൈവത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ട ദൈവമക്കൾ, ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവത്തിൻ്റെ മക്കൾ, സൺസ് ഓഫ് ഗോഡ്, ചിൽഡ്രൻ ഓഫ് ഗോഡ്, ടെക്നോൺ ഓഫ് ഗോഡ്. ഞാൻ ഇടയ്ക്ക് 2-3 ഗ്രീക്ക് വാക്കുകൾ പറയുന്നത് വെച്ചാൽ പലപ്പോഴും പല വാക്കുകളുടെയും അർത്ഥം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങ് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് അതിൻ്റെ ഒറിജിനൽ ഭാഷ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത്. അപ്പം അവരെന്തായി മാറി? അവരൊരു പുതിയ സൃഷ്ടിയാണ്. അപ്പം ഇവരെ നോക്കി പറയുക, അയ്യോ ഇതുവരെയായിട്ടും ഇല്ലാത്തിരുന്ന ഒരു ജാതിയാ, ഇല്ലാത്തൊരു സൃഷ്ടിയാ, ഇല്ലാത്തൊരിതാ. അവരുടെ പ്രത്യേകത എന്താ? ദൈവത്തിൻ്റെ നേച്ചറുള്ളവരാ, ദൈവത്തിൻ്റെ പ്രകൃതിയുള്ളവരാ. ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ദൈവത്തിന് ജനിച്ചവൻ വ്യത്യസ്തനാ. ദൈവത്തിന് ജനിച്ചവൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ടവൻ്റെ സ്വഭാവം വ്യത്യാസമാണ്, പ്രകൃതി വ്യത്യാസമാണ്. അവൻ പെരുമാറുന്നതോ സ്വഭാവമോ അവൻ്റെ ബിഹേവിയറോ അല്ല ഞാൻ പറഞ്ഞത്. അവൻ്റെ അകത്തെ മനുഷ്യൻ ദൈവത്തിൻ്റെ സാദൃശ്യമുള്ളവനാണ്, ദൈവത്തിൻ്റെ ഡിവൈൻ നേച്ചറിൻ്റെ പാർട്ടേക്കറാണ്, ദൈവത്തിൻ്റെ ഡിവൈൻ നേച്ചറുമായിട്ട് സമ്മേളിച്ചവനാ. അതിൻ്റെ അതിൽ നിന്ന് ആ DNA നിന്നുണ്ടായവനാ, ആ ക്രോമസോമിൽ നിന്നുണ്ടായവനാണ് ഈ പുതിയ സൃഷ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അപ്പം ഇതാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ പുതിയ ജനനത്തിൽ നടന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചൊരു വാക്യമുണ്ട്, കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച. അത് നമുക്ക് ഒന്നുകൂടി ഒന്ന് വായിക്കാം. യഹസ്കേൽ 36:26. യഹസ്കേൽ 36:26. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നീക്കും, മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. അടുത്ത വാക്യം കൂടി. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി, നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ആമേൻ. അപ്പം കർത്താവ് പറയുക, പഴയ നിയമത്തിൽ കർത്താവ് പുതിയ ഉടമ്പടിയെ പറ്റി പറയും. ഈ വാക്യം നിങ്ങൾ ആരും മറക്കരുത്. യഹസ്കേൽ 36:26. അത് പഴയ നിയമ പുസ്തകത്തിലെ പുതിയ നിയമത്തെപ്പറ്റി, പുതിയ ന്യൂ കവനനെ പറ്റിയുള്ളൊരു വളരെ പ്രധാനപ്പെട്ട വാക്യമാണ് യഹസ്കേൽ 36:26. അതിൽ പറയുന്നത് എന്താ? ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. എൻ്റെ മനുഷ്യൻ്റെ ഹൃദയമെല്ലാം കറപ്റ്റഡാ, മനുഷ്യൻ്റെ ഹൃദയമെല്ലാം സ്വാർത്ഥവാ, മനുഷ്യൻ്റെ ഹൃദയമെല്ലാം തിന്മ നിറഞ്ഞതായ മനുഷ്യൻ്റെ ഹൃദയം, വക്രതയുള്ള മനുഷ്യൻ്റെ ഹൃദയത്തെ കർത്താവ് ദൈവം യഹോവ പറയുക, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. ആരാ ചെയ്യുന്നത്? യഹോവയാ ചെയ്യുന്നത്. രക്ഷിക്കപ്പെട്ട സമയം നമ്മൾ ജീവിതം സംഭവിച്ചെന്താ? എനിക്കൊരു പുതിയ ഹൃദയം കിട്ടി. അത് മാത്രമല്ല, എന്താ? പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. ഇതാണ് ആത്മാവ്, മനുഷ്യാത്മാവാ. എൻ്റെ ഉള്ളിൽ ദൈവം പുതിയൊരു ആത്മാവിനെ സൃഷ്ടിക്കും. ഇത്രയും നാൾ മരിച്ച ആത്മാവ്, ഈ ആത്മാവ് ദൈവത്തെ പോലെയുള്ള ആത്മാവ്, ഈ പുതിയൊരു ആത്മാവിനെ യഹോവ എൻ്റെ ഉള്ളിലാക്കും. അപ്പം എന്തൊക്കെ തന്നു? ദൈവം പുതിയൊരു ഹൃദയം തന്നു, പുതിയൊരു ആത്മാവിനെ തന്നു. പിന്നെ എന്ത് സംഭവിച്ചു? കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി, മാംസമായുള്ള ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. ഞാൻ നിങ്ങൾക്കൊരു ഒരു ഫ്ലഷ്ലി ഹാർട്ട് തരും. മാംസമായുള്ള ഹൃദയം, കല്ലായുള്ള ഹൃദയം, സ്വാർത്ഥമായുള്ള ഹൃദയം, പാപം വസിച്ച ഹൃദയം, ഇതെല്ലാം ഞാൻ മാറ്റും. ദൈവം ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് സർജറിയാ. നമ്മൾ രക്ഷിക്കപ്പെട്ട ദിവസം നമ്മൾ കർത്താവിനെ സ്വീകരിച്ചു. പക്ഷെ ശരിക്കും അന്ന് സംഭവിച്ചെന്താ? ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് സർജറി നടത്തി. എന്താ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് സർജറി നടത്തിയത്? ഈ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് സർജറിയിൽ ദൈവത്തിൻ്റെ പോലൊരു ഹൃദയത്തെ, ദൈവത്തെ പോലൊരു മനസ്സിനെ എൻ്റെ ആത്മാവിൽ ദൈവം വെച്ച് തുന്നിപ്പിടിപ്പിച്ച് എൻ്റെ പഴയ ഹൃദയത്തെ, കല്ലായുള്ള ഹൃദയം, പാപം പങ്കിലമായുള്ള ഹൃദയത്തെ വെട്ടിമാറ്റി പുതിയൊരു ഹൃദയത്തെ എൻ്റെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്തു. പുതിയൊരു സോഫ്റ്റ്വെയർ എൻ്റെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്തു. ഇതെന്നെ ആകമാത്രം മാറ്റിമറിക്കുന്ന ഒരു പുതിയൊരു സോഫ്റ്റ്വെയർ ആ കർത്താവ് സൃഷ്ടിക്കുവാനിടയായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം പുതിയൊരു ആത്മാവിനെ ഞാൻ, എന്നിട്ട് എന്ത് കർത്താവ് എന്ത് ചെയ്തു? ഞാൻ അതും പോരാ, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. അപ്പം ശരിക്കും നമ്മൾ ഈ പാപം പലപ്പോഴും നമ്മളെല്ലാം പറയില്ലേ, പാപം ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല, പാപം ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നെല്ലാം നമ്മൾ പലപ്പോഴും പറയുന്നതാണ്. പക്ഷേ രക്ഷിക്കപ്പെട്ട ദിവസം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് നമുക്കൊരു ശരിക്കും ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് സർജറിയാണ് നടന്നത്. ഒരു സ്പിരിറ്റ്, പുതിയ ഹൃദയം, പുതിയ ആത്മാവ് കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ടാക്കി.
ദൈവത്തിൻ്റെ സ്വഭാവത്തിന് നേച്ചർ പങ്കിടാനുള്ള ഒരു പുതിയ ആത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളിലാക്കി, പുതിയൊരു ഹൃദയം ദൈവം നമ്മുടെ ഉള്ളിലാക്കി. എന്താ ഇതിൻ്റെ അർത്ഥം? അതായത് നമ്മളിങ്ങനെ പറയല്ലേ, പാപം പലപ്പോഴും ഈ പൂച്ചയും പന്നിയും തമ്മിലുള്ള വ്യത്യാസം പറയല്ലേ. ഒരു പന്നി ചെളി കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പന്നിക്ക് വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യാനുള്ള ഒരു പ്രവണത കൂടുതലാണ്. പന്നിക്ക് വീണ്ടും വീണ്ടും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചെളി കണ്ടു കഴിഞ്ഞാൽ അവൻ പന്നി പോയി ചെളിയിൽ പോയി ചാടും. പക്ഷെ പൂച്ചയാണെങ്കിൽ എന്ത് ചെയ്യും? ചെളി വീണ് കഴിഞ്ഞാലും പൂച്ച എന്ത് ചെയ്യും? പെട്ടെന്ന് ചാടി എണീറ്റ് വന്ന് അവൻ തന്നെ നക്കി വൃത്തിയാക്കും. കാരണം എന്താ? രണ്ടിൻ്റെയും പ്രകൃതി വ്യത്യാസമാണ്. പന്നിയുടെ ഹൃദയം ചെളിയോടങ്ങ് പറ്റിപ്പിടിച്ചിരിക്കുക, അതേസമയം പൂച്ചയുടെ ഹൃദയം ചെളിയോടൊരു വിരക്തിയാണ്. അപ്പം രക്ഷിക്കപ്പെട്ട ദിവസം സംഭവിച്ചത് എന്താ? എൻ്റെ ഹൃദയത്തിൽ ആദ്യം പന്നിയുടെ ഹൃദയം ചെളിയെ ഇഷ്ടപ്പെടുന്ന, പാപത്തെ ഇഷ്ടപ്പെടുന്ന, എൻ്റെ ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾ ഇഷ്ടപ്പെടുന്ന പന്നിയുടെ ഹൃദയത്തെ കർത്താവ് എന്ത് ചെയ്തു? മാറ്റി ഒരു പൂച്ചയുടെ ഹൃദയം എൻ്റെ ഉള്ളിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. അപ്പം എൻ്റെ പ്രകൃതി അങ്ങ് മാറി. ഇനി ഞാൻ പാപത്തിൽ വീണു പോയാലും ഞാൻ അന്ന് ചാടി എണീക്കും. എനിക്കതിൽ തുടരണ്ട, എനിക്കതിൽ കണ്ടിന്യൂ ചെയ്യാൻ ഇഷ്ടമില്ല. ഞാൻ എന്നെ തന്നെ തുടച്ച് വൃത്തിയാക്കും. ഇതാണ് സത്യം പറഞ്ഞാൽ സംഭവിച്ചത്. അപ്പം ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടന്നു ഞാൻ രക്ഷിക്കപ്പെട്ട ദിവസം. ഇത് മാത്രമല്ല സംഭവിച്ചത്, എൻ്റെ യഹോവയുടെ ആത്മാവിനെ എൻ്റെ ഉള്ളിലാക്കി. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. അപ്പം ദൈവത്തിൻ്റെ എൻ്റെ ഹൃദയം മാറ്റി, എൻ്റെ ആത്മാവിനെ മാറ്റി, പുതിയ ആത്മാവിനെ തന്നു. യഹോവയുടെ ആത്മാവിനെ എൻ്റെ ആത്മാവിൻ്റെ ഉള്ളിലാക്കി. ഇതാണ് രക്ഷിക്കപ്പെട്ട ദിവസം സംഭവിച്ചത്. ഇതാണ് ഞാൻ വീണ്ടും ജനിച്ച ദിവസം സംഭവിച്ചത്. ഇതാണ് ഞാൻ ഒരു ദൈവ പൈതലായി മാറിയപ്പോൾ സംഭവിച്ചത്. പക്ഷെ അങ്ങനെ ആയപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഒരു പുതിയ ജാതി ഉണ്ടായി, പുതിയ സ്പീഷീസ് ഉണ്ടായി, പുതിയൊരു കെനിയോസ് ഉണ്ടായി. ഈ കെനിയോസിൻ്റെ പേര് ദൈവമക്കളാണ്.